My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 197-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ അലൂമിന എന്ന അധ്യായത്തിൻ്റെ 7-ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ചില പർട്ടിക്കുലേഴ്സിനെ കുറിച്ചാണ് കെൻ്റ് പറഞ്ഞു വരുന്നത്. സ്റ്റൂളുമായിട്ട് ബന്ധപ്പെട്ടത്, എയിനസുമായിട്ട് ബന്ധപ്പെട്ടത്, സെക്ഷൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടത് ചില കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമായി ഇവിടെ സിംറ്റംസിനെ കുറിച്ചുള്ള സിംറ്റംസിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ, അതായത് പർട്ടിക്കുലേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ചില പർട്ടിക്കുലേഴ്സ് എങ്ങനെ ഒരു ജനറലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ജനറലിൻ്റെ ഒരു അനക്ചർ ആയിട്ട് എങ്ങനെ വരും. ഇപ്പോൾ ഫിഷേഴ്സിനെ കുറിച്ച് പറയുന്നു. നമ്മൾ നേരത്തെ കോൺസ്റ്റിപ്പേഷനെ കുറിച്ച്, ഏനസിൻ്റെ അവസ്ഥയെക്കുറിച്ച്, മ്യൂക്കസ് മെംബ്രെയിനിൽ ഇത് വളരെ വിപുലമായിട്ട് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട്, അതിൻ്റെ ഒരു വിപുലീകരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധമായിട്ട് ചില പർട്ടിക്കുലേഴ്സ് വരും എന്നുള്ളത് നമ്മളുടെ സ്വാഭാവിക ധാരണയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത്തരം കാര്യങ്ങൾ തിരഞ്ഞ് നിങ്ങൾ റെപ്പർട്ടറിയിലേക്ക് പോകേണ്ട എന്ന് പോലും എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക്കായിട്ട് അണ്ടർലൈങ് ആയിട്ട് കിടക്കുന്ന ആ ഒരു ക്രോണിക് മയാസത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ട്രോങ് ജനറൽ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന പർട്ടിക്കുലേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് തിരഞ്ഞ് നിങ്ങൾ റെപ്പർട്ടറിയിലേക്കൊന്നും പോകണ്ട, അത് സ്വാഭാവികമായിട്ട് വന്നുകൊള്ളും എന്ന് പറയുന്നു. ഇനി മറ്റൊരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലറാണ്. ആ പർട്ടിക്കുലർ ഈവൻ എ പെക്യുലർ സിംപിൾ, അതൊരു സവിശേഷമായ ലക്ഷണം കൂടിയാണ്. പർട്ടിക്കുലർ എന്നുള്ള ആ ഒരു ഇനം, ഒരു അവയവത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയം എന്നത് കവിഞ്ഞ് ഒരു സവിശേഷമായ ഒരു പെക്യുലിയറാണ്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഗ്രേഡ് പർട്ടിക്കുലറാണ്, ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പർട്ടിക്കുലർ സിംറ്റംസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നതെങ്കിലും അതിനേക്കാൾ പ്രധാനമായി ഞാനിത് വായിച്ച കാലം ഞാൻ ഓർക്കുകയാണ്. എനിക്കുണ്ടായ ഒരു സന്തോഷം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ ട്രീറ്റ്മെൻറ്റോ അല്ലെ ക്ലിനിക്കൽ പ്രാക്ടീസോ ഉദ്ദേശിച്ചല്ല വായിക്കുന്നത്. എൻ്റെ ഒരു രോഗശാന്തിക്കുള്ള ഔഷധം തിരയുന്നു, ഒപ്പം ആ ഒരു ഹോമിയോപ്പതിക് വിജ്ഞാനം തേടുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട്ടാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അത്യാനന്ദം, അതായത് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ ഫൾക്രം എന്ന് പറയാവുന്ന, അതിൻ്റെ ആധാരം എന്ന് പറയാവുന്ന, അതിൻ്റെ പിവട്ടൽ പോയിന്റ് എന്ന് പറയാവുന്ന സിംറ്റംസിനെ എടുത്ത് അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗ്രേഡ് എന്താണ്, അതിൻ്റെ ഇനമെന്താണ്, തരമെന്താണെന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് റെപ്പർട്ടറൈസിങ്ങിലേക്ക് പോകാൻ വളരെയധികം സഹായിക്കുന്ന ചില കാര്യങ്ങൾ, ചില ഉൾക്കാഴ്ചകൾ ഇതിലൂടെ കിട്ടും. പലപ്പോഴും ഈ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൻ്റെ പരാജയം ധാരാളം കാണുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം ഹോമിയോപാത്സ് ഉണ്ട്. പലരുടെയും പ്രാക്ടീസുകൾ ഞാനവിടെ പങ്കുവെക്കാറുണ്ട്. ഞാൻ പലയിടത്തും പുതിയതായിട്ട് കാണുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി കയറി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ചിലർക്ക് കേസ് എടുക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. അരമണിക്കൂറൊക്കെ, സാധാരണ ഒരു തിരക്കുള്ള പ്രാക്ടീസ് അരമണിക്കൂറൊക്കെ ചിലവഴിക്കുകയെന്ന് വെച്ചാൽ ധാരാളിത്തമാണ്. പക്ഷേ ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ ചുരുങ്ങിയൊരു സമയമാണെങ്കിൽ പോലും അത്രയൊക്കെ ശ്രമിച്ച് സിംറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ട് പോലും കൃത്യമായിട്ടുള്ള മരുന്നിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാനത് കഴിഞ്ഞൊരു 10-30 വർഷമായിട്ട് ഞാനത്, 30 അതിലധികം വർഷം, 40 വർഷമായിട്ട് ഞാനത് കാണുന്നുണ്ട് പലരുടെയും അവസ്ഥകൾ. അവിടെ പരാജയത്തിൻ്റെ കാരണം, അവർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു, പക്ഷെ പരാജയപ്പെട്ടു പോകുന്നു. മരുന്ന് കൊടുക്കുന്നു, ഉദ്ദേശിച്ച ഫലം ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ വലിച്ചെന്നിരിക്കും. ഇപ്പോൾ ഈ ചക്ക വീണ് മൂരി ചെത്തുന്നൊക്കെ പറഞ്ഞ പോലെയുള്ളൊരവസ്ഥ. പലപ്പോൾ സംഭവിക്കുന്നത് ഇവർ ആത്മാർത്ഥമായിട്ട് വളരെ അധ്വാനിച്ച് സമയം ചിലവഴിച്ച് നടത്തുന്ന കേസ് ടേക്കിങ്ങിൽ പലപ്പോഴും സംഭവിക്കുന്നത് കൃത്യമായിട്ടുള്ള ജനറൽസിലേക്ക് പോകുന്നില്ല.
കൃത്യമായിട്ട് ജനറൽസ് കിട്ടുന്നില്ല. അത് കിട്ടി ആ ഒരു ജനറൽസിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഉൾക്കൊള്ളുന്ന പർട്ടിക്കുലേഴ്സിലേക്കും പെക്യുലിയേഴ്സിലേക്കും പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ പലപ്പോഴും ചില പർട്ടിക്കുലേഴ്സിൽ, ചില പെക്യുലർ സിംറ്റംസിൽ അവിടെ നമ്മുടെ മനസ്സും ചിന്തകളും തങ്ങിപ്പോവും. എന്നിട്ട് എത്രയോ മരുന്നുകളുണ്ടാവും, അതിലൊന്ന് ശരിയാണെന്ന് ധരിച്ച് കൊടുക്കും. ചിലപ്പോൾ റിപ്പീറ്റേഷൻ കൊണ്ട് എന്തെങ്കിലും സപ്രഷൻ ഉണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ കുറച്ചു കാലം മാറി നിന്നിരിക്കും. പക്ഷേ ആ മാലഡി ഈസ് ദർ. ആ മാലഡി മാറുന്നില്ല. ആ മാലഡി മാറണമെങ്കിൽ അല്ല സിമിലിമൻ ചെല്ലണം. സിമിലിമൻ ചെല്ലണമെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് കവർ ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്യണമെങ്കിൽ സ്ട്രോങ് ജനറൽസ്, അതിൻ്റെ മൊഡാലിറ്റീസ് കിട്ടിയിരിക്കണം. അപ്പോൾ കേസ് ടേക്കിങ്ങിൽ വളരെ സ്കിൽഫുള്ളായിട്ട് നമ്മൾ പോകേണ്ടത് അത്തരം കാര്യങ്ങളിലേക്കാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ക്ലിനിക്കൽ താല്പര്യങ്ങളൊന്നും ഇല്ലാതെ ഞാനൊരു ഇൻ്റലക്ച്വൽ എക്സസൈസ്, ഒരു വിനോദം എന്ന രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ആവശ്യം എന്ന തരത്തിൽ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ വാസ്തവത്തിൽ ഈ അലൂമിനിയുടെ ഈ ഭാഗം ഇതുപോലെ മറ്റു പല സ്ഥലങ്ങളുണ്ട്, പല മരുന്നുകളിലും പറയുന്നുണ്ട്. നമ്മൾ തന്നെ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അപ്പോഴൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മവിശ്വാസം അതിരുകളില്ലാതെ വികസിച്ച ചില സമയങ്ങളാണ്. ഹോമിയോപ്പതിയിൽ ആത്മവിശ്വാസം, ഹോമിയോപ്പതി കൊണ്ട് നമുക്ക് ഹീലിങ്ങിൻ്റെ മണ്ഡലത്തിൽ മാനവരാശിയുടെ അല്ലെങ്കിൽ മറ്റ് പക്ഷി മൃഗാദികളുടെയും ഒക്കെ ഹീലിങ്ങിൻ്റെ മണ്ഡലത്തിൽ നമുക്ക് പരിമിതികളില്ല, ദർ ഇസ് നോ ലിമിറ്റ് എന്നുള്ളൊരു അതിരുകളില്ലാത്ത ആത്മവിശ്വാസം എന്നിൽ വന്ന് നിറഞ്ഞ ചില സന്ദർഭങ്ങളാണ് ഈ ഇനി വരാൻ പോകുന്ന ഈ അലൂമിനിയെക്കുറിച്ചുള്ള ഭാഗങ്ങളും അതുപോലെ മറ്റു ഭാഗങ്ങളും. ഹോമിയോപ്പതിയെ കൊണ്ട് എന്തും സാധിക്കും. കൃത്യമായിട്ടുള്ളൊരു ഔഷധം നമ്മൾ സെലക്ട് ചെയ്താൽ, ഇതൊക്കെ വായിക്കുമ്പോൾ, അതേപോലെ കെൻറ്റിൻ്റെ ലെസർ റൈറ്റിങ്സിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശരിയായ രീതിയിൽ നിങ്ങൾ മെറ്റീരിയൽ മെഡിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ പ്രയോഗമില്ലേ, എവരി ടോം ഡിക്ക് ആൻഡ് ഹാരി, ഒരു സർക്കാസ്റ്റിക്കായിട്ട് പ്രയോഗിക്കുന്നത് എവരി ടോം ഡിക്ക് ആൻഡ് ഹാരി, അങ്ങനെ പറയുന്ന പോലെ എവരി കൽക്കേറിയ ലൈക്ക് എ ബോഡി ആൻഡ് സൾഫർ, അല്ലെങ്കിൽ എവരി നട്ട്സ് കാർബോയിഡ്സ് ആൻഡ് പൾസാറ്റില്ല, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ. വാസ്തവത്തിൽ അങ്ങനത്തെ ഒരു ജ്ഞാനത്തിലേക്ക്, അങ്ങനത്തെ ഒരു ഹോമിയോപ്പതിയുടെ ഒരു ഉയർന്ന മണ്ഡലത്തേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണിത്. ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ ലെസർ റൈറ്റിങ്സ്, ലെക്ചേഴ്സ് ഓൺ ഫിലോസഫി, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധിക്കും. ഹോമിയോപ്പതിയെക്കുറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഹോമിയോപ്പതി വെറുതെ ഒരു ചികിത്സാ രീതിയല്ല, ഒരു തൊഴിലിനോ മറ്റോ വേണ്ടിയുള്ള ചികിത്സാ രീതിയല്ല. അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ, രോഗശാന്തിയുടെ മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള ഒരു ചികിത്സാ രീതിയാണ്. നിങ്ങൾ മെഡിക്കൽ ഷോപ്പുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കുകളിലൊക്കെ കാണുന്ന ആ കുപ്പികൾ എല്ലാം ഒരേപോലെ ലിക്വിഡായിട്ടുള്ളത്, അല്ലെങ്കിൽ പൗഡറായിട്ടുള്ളത്, അല്ലെങ്കിൽ ടാബ്ലറ്റ് ഫോമിലുള്ളത്, എല്ലാം ഒരേ മണം ഗുണം, ഇതിലെന്തിരിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളൊക്കെ തോന്നിപ്പോവാം. പക്ഷേ ഇതൊക്കെ വിസ്മയകരമായ രോഗശമന വീര്യത്തിൻ്റെ ഉറവിടങ്ങളാണ്. അതൊക്കെ ഒരു തുള്ളി സൂക്രോസിൽ ചേർത്ത ഒരു പൊതി, അതൊക്കെ അതിലടങ്ങിയിരിക്കുന്ന രോഗശമന വീര്യം. ആറ്റം ബോംബ് എന്നൊക്കെ പറയില്ലേ, ആറ്റം ബോംബ് കൃത്യമായ രീതിയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദേശം നശിച്ചു പോകും. ഇവിടെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ആ ഒരു മനുഷ്യൻ്റെ മാലഡിയെ മൊത്തം നശിപ്പിക്കാൻ പ്രാപ്തിയുള്ളതാണ് ആ ഒരു വെൽ സെലക്റ്റഡ് ആയിട്ടുള്ളൊരു പൊതി. അത് സാധിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള നല്ലൊരു ജ്ഞാനം, ഒരു അവബോധം, ഒരു ഉൾക്കാഴ്ച അത് ഉണ്ടാക്കിയെടുക്കണം. അത് വിപുലമായ വായനയും അതിനെക്കുറിച്ചുള്ള ചിന്തയും കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. റവറൻസ് സ്റ്റഡി എന്ന് പറയില്ലേ, വളരെ ആദരപൂർവ്വം പഠിക്കുക, വളരെ ശ്രദ്ധാപൂർവ്വം പഠിക്കുക, ഒരു ഇൻ്റലിജൻറ്റ് പ്രാക്ടീഷനായി തീരുക. അത് അയാളൊരു ഇൻ്റലിജൻറ്റ് ഐക്യൂടെ ലെവലൊന്നും അല്ലത്, പരിശ്രമം കൊണ്ട് സാധിക്കുന്ന കാര്യമാണത്. അപ്പം അങ്ങനെ ഹോമിയോപ്പതി ഹീലിങ്ങിൻ്റെ ആ അത്ഭുതകരമായ ആ ഉയർന്ന മണ്ഡലത്തിലേക്ക് ഓരോ ഔഷധവും ഓരോ ഡോസും എത്രത്തോളം ഔന്നത്യമുള്ളതാണ്, എത്രത്തോളം അഗാധതയുള്ളതാണ്, എത്രത്തോളം വ്യാപ്തിയുള്ളതാണ്, അത് മനസ്സിലാക്കാൻ
നിങ്ങൾ ഈ പുസ്തകം തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഈ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് ഈ തുറന്നു വരുന്ന ഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന എനിക്ക് ലഭിച്ച എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച ആ ഒരു ഉൾക്കാഴ്ചയുടെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അനുഭവിച്ചൊരു ആനന്ദത്തിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ ഇതൊരു പ്രൊഫഷൻ എന്ന രീതിയിൽ സമീപിക്കുന്നവർക്ക് അത് നിങ്ങളുടെ പ്രൊഫഷനിൽ പ്രയോഗിച്ച് വളരെ നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ വളരെ ഉന്നതിയിലെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. There is so much under stool and rectum that belongs to the general states that there is scarcely anything left to be presented except some important particulars. അപ്പോൾ ഈ സ്റ്റൂള് റെക്ടം എന്നൊക്കെ പറയുന്നത് നമ്മൾ പർട്ടിക്കുലേഴ്സ് വരുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ അലൂമിനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജനറൽ കണ്ടീഷനിൽ തന്നെ അതിൻ്റെ ജനറാലിറ്റീസിൽ തന്നെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പിക്ചർ തരുമ്പോൾ തന്നെ ഇത് വന്നു കഴിഞ്ഞു എന്നതുകൊണ്ട് ഇനി പർട്ടിക്കുലേഴ്സ് എന്ന രീതിയിൽ അധികം പറയാനില്ല. പക്ഷെ എങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അത് പറയുമ്പോഴാണ് കൂടുതൽ മനോഹരമായ കാര്യങ്ങളിലേക്ക് വരുന്നത്. ആസ് യു മൈറ്റ് സപ്പോസ് ദിസ് റെമഡി ഹാസ് ഫിഷേഴ്സ്. നിങ്ങൾ ഊഹിക്കുക അല്ലെങ്കിൽ സങ്കല്പിച്ചിരിക്കണം. മൈറ്റ് എന്നുള്ള പ്രയോഗമാണ്. നിങ്ങൾ സങ്കല്പിക്കുമായിരിക്കും അല്ലെങ്കിൽ സങ്കല്പിച്ചേക്കാം എന്നല്ല പറയുന്നത്. യു മൈറ്റ് സപ്പോസ്, ആസ് യു മൈറ്റ് സപ്പോസ്. ശരിയായ രീതിയിൽ അതിൻ്റെ ജനറാലിറ്റീസ് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ സങ്കല്പിക്കുമായിരുന്നേനെ. എന്താണ് ദിസ് റെമഡി ഹാസ് ഫിഷേഴ്സ്. ഈ ഔഷധത്തിൽ ഫിഷേഴ്സ് ഉണ്ടെന്ന് നിങ്ങളിതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ സങ്കല്പിച്ചേനെ. അതിൻ്റെ ഒരു വിശദീകരണം പറയുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു. യു വുഡ് നാച്ചുറലി എക്സ്പെക്ട് ദീസ് വെൻ യു കൺസിഡർ വാട്ട് കൈൻഡ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻസ് ആൻഡ് ടിഷ്യൂസ് ദിസ് പേഷ്യൻ്റ് മാനുഫാക്ചേഴ്സ്. ഒരു അലൂമിന പേഷ്യൻ്റ് മാനുഫാക്ചർ ചെയ്യുന്ന, അയാൾ നിർമ്മിച്ചെടുക്കുന്ന, എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത്? അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിറേഞ്ച്മെൻറ്റ്, അയാളുടെ വൈറ്റാലിറ്റിയിലുണ്ടാകുന്ന ആ ഒരു ഡിറേഞ്ചഡ് കണ്ടീഷൻ കൊണ്ട് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു വരുന്ന നോർമൽ അല്ലാത്ത അയാളുടെ മ്യൂക്കസ് മെംബ്രെയിൻസിൻ്റെ അവസ്ഥ കൊണ്ട് അവസ്ഥ മനസ്സിലാക്കിയാൽ നിങ്ങൾ നേരത്തെ സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുമായിരുന്നു എന്താണ് ഈ ഫിഷേഴ്സ് വരും. ഈ സഫേഴ്സ് ഗ്രേറ്റ്ലി ഫ്രം കോൺസ്റ്റിപ്പേഷൻ. അയാൾ വല്ലാതെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഹീ ഡസ് മച്ച് സ്ട്രെയിനിങ്. ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഒരു മലം പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. സ്ട്രെയിൻ ചെയ്യാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമ്മൾ നേരത്തെ കണ്ടു. ദ മ്യൂക്കസ് മെംബ്രെയിൻ ഈസ് തിക്കൻഡ് ആൻഡ് സ്വോളൻ. മ്യൂക്കസ് മെംബ്രെയിൻ കട്ടിയാവുന്നു, വിങ്ങി വരുന്നു. ഇവിടേക്കാണ് നിങ്ങളുടെ ഈ ശരീരശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ ആർജിക്കുന്ന അറിവുകൾ അപ്ലൈ ചെയ്യേണ്ട സ്ഥലം. എനിക്കൊന്നും ഇത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് എനിക്ക് മനസ്സിലാവില്ല. കാരണം ജീവശാസ്ത്രം 10ാം ക്ലാസ്സിനപ്പുറം ഞാൻ പഠിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ അന്നത്തെ ഡിക്ഷണറിയും മറ്റൊക്കെ വെച്ചുകൊണ്ട്, മെഡിക്കൽ ഡിക്ഷണറിയൊക്കെ വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്കുമെന്നല്ലാതെ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ശരീരശാസ്ത്രം വിശദമായിട്ട് പഠിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ യു മൈറ്റ് ഹാവ് സപ്പോസ് ചെയ്തിരിക്കണം. ആൻഡ് ഹെൻസ് വി ഹാവ് എ ഫിഷർ. ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ഈ മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഈ ഒരവസ്ഥ വല്ലാതെ സ്റ്റൂളിന് വേണ്ടി വല്ലാതെ സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ. അതുകൊണ്ട് അതിൻ്റെ ഹെൻസ്, അതിൻ്റെ ഫലമായി, അതിൻ്റെ പരിണത ഫലമായി ആ രോഗിക്ക് ഫിഷേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ജനറൽ കണ്ടീഷനിൽ നിന്നും എങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു സിംറ്റം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ഇവിടെ നിന്ന് ലഭിക്കും. When you see a remedy manufacturing and producing such a stage upon the economy, growing that kind of mucous membrane that would favor tissue fissures. അപ്പോൾ ആ ഒരു ഈ ഒരു ഔഷധം അയാളുടെ വൈറ്റൽ എക്കോണമിയിൽ, അയാളുടെ ജീവവ്യവസ്ഥയിൽ നിർമ്മിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം, അയാളുടെ മ്യൂക്കസ് മെംബ്രെയിൻ്റെയൊക്കെ സ്ഥിതിവിശേഷം, എന്ത് തരം മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടാകും, അത് ദാറ്റ് വുഡ് ഫേവർ ഫിഷേഴ്സ്. ആ മ്യൂക്കസ് മെംബ്രെയിൻസിൻ്റെ ആ ഒരു അവസ്ഥ, തിക്കൻഡ് ആൻഡ് സോളൻറ്റ് അവസ്ഥ, അത് ഫിഷേഴ്സിൻ്റെ നിർമ്മാണത്തിന്, ഫിഷേഴ്സ് ഉത്ഭവിക്കുന്നതിന് അതിന് ഫേവർ ചെയ്യും, അതിന് സഹായിക്കും, അതിന് കൺഡ്യൂസീവാണ്. അതാണ് ആ സിംറ്റംസിൻ്റെ പരിണാമം. ഒരു ജനറൽസും പർട്ടിക്കുലേഴ്സും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു, ഓർഗാനിക്കായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു, ഈ ഫിസിയോളജിക്കലായിട്ട്, അനാട്ടമിക്കലായിട്ടൊക്കെ എങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ
ശരീരശാസ്ത്ര വിജ്ഞാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. യു ഡു നോട്ട് ഹാവ് ടു വെയിറ്റ് അണ്ടിൽ യു ഹാവ് ക്യൂർഡ് എ ഫിഷർ വിത്ത് ദാറ്റ് റെമഡി ടു ഫൈൻഡ് ഔട്ട് ഇഫ് ഇറ്റ് വിൽ സ്യൂട്ട് ദ കേസ്. അപ്പോൾ ഒരു ഫിഷറിനെ നിങ്ങൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നവരെ നിങ്ങൾ കാത്തിരിക്കേണ്ട. അത് ഫിഷറിന് യോജിക്കുന്നതാണോ അലൂമിനിയം ഫിഷറിന് യോജിക്കുന്നതാണോ എന്ന് നിങ്ങൾ കാത്തിരിക്കേണ്ട. ഒരു ഫിഷർ കേസ് ഹീൽ ചെയ്യുന്നതിൽ കാത്തിരിക്കേണ്ട. കാരണം അതിന് പ്രിയോറായിട്ടുള്ള, അതിന് പശ്ചാത്തലമായിട്ടുള്ള, അതിന് മുൻപേയുള്ള അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ടുള്ള ചില സ്ഥിതിവിശേഷങ്ങളുണ്ട്. അത് ഈ ഔഷധത്തിൻ്റെ ജനറൽ കണ്ടീഷനിൽ കവർ ചെയ്തു പോകുന്നുണ്ട് എന്നതുകൊണ്ട് ഒരു ഫിഷറിനെ ഇത് സുഖപ്പെടുത്തിയെടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് നാച്ചുറലി അല്ല ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓർഗാനിക്കലി that has been covered. You do not have to resort to the repertory to see what this remedy has done in fishers. അപ്പോൾ ഈ ഫിഷറിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു എന്നറിയാൻ നിങ്ങൾ റിപ്പർട്ടറി പോയി പരതേണ്ട കാര്യമൊന്നും ഇല്ല. അത് സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്. ഫ്രം യുവർ ജനറൽ നോളജ് ഓഫ് ദ മെഡിസിൻ, ഔഷധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പൊതുവായിട്ടുള്ള ധാരണയിൽ നിന്നും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ നേച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയിൽ നിന്നും യു വിൽ സീ ദാറ്റ് ഇറ്റ് ഓട്ട് ടു ക്യൂർ ദ പേഷ്യൻറ്റ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ കാണും ആ രോഗിയെ, അയാളെ ഫിഷറിനെ അല്ല, ആ രോഗിയുടെ ആ ജനറൽ കണ്ടീഷൻ വെച്ചുള്ള ആ രോഗിയെ അത് സുഖപ്പെടുത്തേണ്ടതുണ്ട്. ദാറ്റ് ഓട്ട് ടു അതിൻ്റെ ചിത്രം മനസ്സിലാക്കിയാൽ നിങ്ങൾ മനസ്സിലാകും ആ ഔഷധം ദാറ്റ് ഈസ് ഡെസ്റ്റൈൻഡ് ടു ക്യൂർ ദാറ്റ് പേഷ്യൻറ്റ്. ഓട്ട് ടു ക്യൂർ, അത് സുഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ഔഷധത്തിൻ്റെ കടമയാണ്. അവിടെ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ, സിമിലിമമാണെങ്കിൽ അതിനെ സുഖപ്പെടുത്തേണ്ട കടമ ഔഷധത്തിനുണ്ട്. എൻ്റെ പറയുന്ന ഭാഷ ശ്രദ്ധിക്കണം. ആ ഒരു ഔഷധത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, അതിൻ്റെ ഒരു ഇന്നേറ്റ് നേച്ചർ കൊണ്ടുണ്ടാകുന്ന അതിൻ്റെ ഒരു കടമ തന്നെയാണത്. നിങ്ങളത് മനസ്സിലാക്കി ആ ഉചിതമായ ഔഷധം എടുത്താണ് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഔഷധം അതിൻ്റെ കടമ നിർവഹിച്ചുകൊള്ളും. ആ പർട്ടിക്കുലേഴ്സ് റിപ്പർട്ടറിയിലൊന്നും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ പരിണതഫലമായിട്ട്, ജനറൽ കണ്ടീഷൻ്റെ പരിണതഫലമായിട്ട് വരുന്ന പാർട്ടിക്കുലേഴ്സിനെ, പെക്യുലിയേഴ്സിനെ ഒക്കെ അത് സുഖപ്പെടുത്തിക്കുള്ളൂ. അത് ആ ഔഷധത്തിൻ്റെ കടമയാണ്. ദാറ്റ് മെഡിസിൻ ഓട്ട് ടു ക്യൂർ. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ഔഷധത്തെ, ഹോമിയോപ്പതി ഔഷധങ്ങളെ, വിശേഷിച്ചും അലൂമിനിയൊക്കെ പോലുള്ള ഡീപ്പർ ആക്ടിങ്, ലോങ് ആക്ടിങ് ഔഷധത്തിനെയൊക്കെ ഒന്നും വില കുറച്ച് കാണരുത്. ഓരോന്നും അത്ഭുതകരമായ രോഗശമന വീര്യത്തിൻ്റെ അതിൻ്റെ നിറകുടങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഔഷധങ്ങളൊക്കെ മരുന്ന് കടയിലോ ക്ലിനിക്കിലോ ഒക്കെ നിരന്നിരിക്കുന്ന ഔഷധങ്ങളൊക്കെ ആ തരത്തിൽ വളരെ കെയർഫുള്ളായിട്ട്, വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാലഡിയെ തകർത്ത് കളയും. അല്ലെങ്കിലോ അവിടെ ഇരിക്കും. അസ്ഥാനത്ത് പ്രയോഗിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു ഔഷധം ദാറ്റ് ഓട്ട് ടു ഹീൽ, ഓട്ട് ടു പ്രൊഡ്യൂസ്, അല്ലെ ഓട്ട് ടു ക്യൂർ എന്ന് പറയുമ്പോൾ അത് കൃത്യമായ സ്ഥാനത്തായിരിക്കും കൊടുക്കേണ്ടത്. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം കൊടുക്കേണ്ട സ്ഥലത്തായിരിക്കും കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സംഭവിക്കും. As it produces such a condition of the mucous membrane and skin as would be naturally found in one who has a fissure. അപ്പോൾ ഫിഷർ ഉണ്ടാകുന്ന ഒരാളിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മ്യൂക്കസ് മെംബ്രെയിൻ്റെ അവസ്ഥ ഈ അലൂമിനിയം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫിഷേഴ്സ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതും തിരക്കി റെപ്പർട്ടറിയിൽ പോകണ്ട എന്നാണ് പറയുന്നത്. ദ സ്കിൻ ഇൻഡറേറ്റ്സ് ആൻഡ് അൾസറേറ്റ്സ് ആൻഡ് ബിക്കം ക്ലംസി ആൻഡ് അൺഹെൽത്തി ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. And so, after studying the remedy in that way, you are not surprised if it cures a fissure. അപ്പോൾ ത്വക്ക് കട്ടിയാകുന്നു, അൾസറേഷൻ ഉണ്ടാകുന്നു, ക്ലംസി ആയിത്തീരുന്നു, അൺഹെൽത്തി ആയിത്തീരുന്നു, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു, അതായത് ഈ മലദ്വാരത്തിൻ്റെ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫിഷറിനെ സുഖപ്പെടുത്തിയാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അത് അതിൻ്റെ ഒരു നാച്ചുറൽ കോൺസിക്വൻസ് ആണ്. You can also think over what other medicines have this state of economy and see what are remedies you would expect to cure a fissure with. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കണം, മറ്റേതൊക്കെ ഔഷധങ്ങൾ ഇതേപോലെ വരുന്നുണ്ട്, ഇതേപോലെ കോൺസിക്വൻഷ്യലായിട്ട് ഫിഷേഴ്സിനെ ഹീൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ കെന്റ് പറഞ്ഞു വരുന്ന അലൂമിനിയുടെ ചില റിലേഷൻസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫിഷേഴ്സിൻ്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട് വരുന്നതാണ്. If you look into the nature of nitric acid, causticum and graphites, you will see why they have had a wonderful record for curing fissures. അപ്പോൾ നൈട്രിക് ആസിഡ്, കോസ്റ്റിക്കം, ഗ്രാഫൈറ്റിസ് ഈ ഔഷധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവ ഫിഷേഴ്സിനെ ഹീൽ ചെയ്യുന്ന കാര്യത്തിൽ അവയ്ക്ക് നല്ലൊരു റെക്കോർഡ്, നല്ലൊരു ട്രാക്ക് റെക്കോർഡുണ്ട് എന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അലൂമിനെ എങ്ങനെ ഫിഷേഴ്സിനെ ഹീൽ ചെയ്യുന്നു അതേപോലെ തന്നെ ഈ ഔഷധങ്ങൾ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മെച്ചം കണ്ടോ, എങ്ങനെ ഔഷധങ്ങളെ കമ്പയർ ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിക്കാം എന്നുള്ളതിൻ്റെ. ഈ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ ചിന്തകൾ അങ്ങോട്ട് പോകും. മെക്കാനിക്കലായിട്ട് റെപ്പർട്ടറിയെ സമീപിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ചില ചതിക്കുഴികളുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള വളരെ ആ ഒരു നാച്ചുറലായിട്ടുള്ള, വളരെ ഓർഗാനിക്കായിട്ടുള്ള ആ ഒരു താരതമ്യ പഠനവും ആ ഒരു താരതമ്യ ചിന്തയും ഉണ്ടോ. ഇഫ് യു ലുക്ക് ഇൻ ടു നേച്ചർ, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ അപഗ്രഥിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നൈട്രിക് ആസിഡും കോസ്റ്റിക്കവും ഗ്രാഫൈറ്റീസും അലൂമിനിയം ഒക്കെ അതിൻ്റെ വ്യത്യസ്തമായ തനതായ വഴികളിൽ എങ്ങനെ ഫിഷേഴ്സിന് അത് ഹീൽ ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വണ്ടർഫുൾ റെക്കോർഡ്, അത്ഭുതകരമായ റെക്കോർഡുണ്ട്. ദാറ്റ് ഈസ് ദ വേ യു സ്റ്റഡി യുവർ മെറ്റീരിയൽ മെഡിക്ക. ഇങ്ങനെയാണ് നിങ്ങൾ മെറ്റീരിയൽ മെഡിക്ക പഠിക്കേണ്ടത്. മെറ്റീരിയൽ മെഡിക്ക പഠിക്കേണ്ടത് ഇങ്ങനെയാണ്, അത്തരത്തിൽ റിലേറ്റ് ചെയ്ത് പഠിക്കണം. സീ വാട്ട് ഇറ്റ് ഡസ് ടു ദ മാൻ ഹിംസെൽഫ്, ടു ദ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ്. എങ്ങനെ പഠിക്കുമ്പോൾ ആ മാൻ ഹിംസെൽഫ്, ആ പേഷ്യൻറ്റിനെ എങ്ങനെ, പേഷ്യൻറ്റിൽ അതെന്ത് ചെയ്യുന്നു, പേഷ്യൻറ്റിനോട് അതെന്ത് ചെയ്യുന്നു, രണ്ടാമതായിട്ട് പേഷ്യൻറ്റിൻ്റെ അവയവങ്ങളോടും കോശങ്ങളോടും കലകളോടും ഒക്കെ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങളെ പ്രിസ്ക്രിപ്ഷൻ തെറ്റുന്ന പ്രശ്നമില്ല. ഇനി തുറന്നു വരുമ്പോൾ ഈ പെക്യുലിയറും പർട്ടിക്കുലറും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് വരുന്നുണ്ട്. പ്ലൂറൽ കോട്ട് ചെയ്യേണ്ട തുറക്കുന്നത് ഫ്രീക്വൻറ്റ് മെച്ചുറിഷൻ, ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നു. യൂറിൻ വോയിഡഡ് വൈൽ സ്ട്രെയിനിങ് അറ്റ് സ്റ്റൂൾ, നേരത്തെ കണ്ടാണ്, മലത്തെ പുറന്തള്ളാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്യുമ്പോൾ മൂത്രം പോകുന്നു. ഓർ കനോട്ട് പാസ് യൂറിൻ വിത്തൗട്ട് സച്ച് സ്ട്രെയിൻ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നോക്കിയാൽ അത്തരം തരത്തിലൊരു സ്ട്രെയിനിങ് ഇല്ലെങ്കിൽ മൂത്രം പോകില്ല. മലശോധനയ്ക്ക് വേണ്ടി സ്ട്രെയിൻ ചെയ്യുമ്പോൾ മൂത്രം പോകുന്നു, മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൂത്രം പോകാൻ അത്തരം സ്ട്രെയിനിങ് വേണം. ഇത് പ്രൂവർ കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ദറ്റ് ഇസ് എ ഹൈ ഗ്രേഡ് സിംറ്റം, ഉയർന്ന ഗ്രേഡിലുള്ളൊരു സിംറ്റമാണത്. പക്ഷെ ഒരു ജനറൽ കണ്ടീഷൻ അല്ല, ജനറൽ കണ്ടീഷൻ്റെ ഭാഗമല്ല. പക്ഷെ എന്താണത്? ഇറ്റ് ഇസ് എ പെക്യുലിയർ സിംറ്റം, ഒരു തനതായ ഒരു ലക്ഷണമാണ്. ആൻഡ് മേ ബി കോൾഡ് എ പർട്ടിക്കുലർ ഓഫ് ഫസ്റ്റ് ഗ്രേഡ്. ഞാൻ മറ്റൊരു തരത്തിൽ വിളിക്കാം, പർട്ടിക്കുലേഴ്സിൽ തന്നെ ഒരു ഫസ്റ്റ് ഗ്രേഡ്, ഉയർന്ന തരത്തിലുള്ള സിംറ്റം, ഉയർന്ന ഗ്രേഡുള്ള സിംറ്റം. പർട്ടിക്കുലേഴ്സിന് മേലെ പെക്യുലിയർ, പെക്യുലിയറിന് മേലെ ജനറൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ കേസ് എടുക്കുമ്പോൾ ആ സിംറ്റംസിനെ നിങ്ങൾ തരംതിരിക്കാൻ നിങ്ങളെ സഹായിക്കും ഈ പുസ്തകം എന്ന് പറയാൻ കാരണം. ഒന്നുകിൽ പെക്യുലർ, അല്ലെങ്കിൽ ഒരു ഹൈ ഗ്രേഡ് പർട്ടിക്കുലർ, ജനറൽ അല്ല. ഹി മസ്റ്റ് സ്ട്രെയിൻ അറ്റ് സ്റ്റൂൾ ഇൻ ഓർഡർ ടു എംപ്റ്റി ദ കണ്ടൻസ് ഓഫ് ദ ബ്ലാഡർ. അപ്പോൾ ബ്ലാഡറിനെ, മൂത്രാശയത്തിനെ ഒഴിക്കാൻ, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മലശോധനയ്ക്ക് വേണ്ടി ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുന്ന പോലെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. യൂറിൻ സ്മാർട്ടിങ്, കൊറോഡിങ്, മൂത്രത്തിൻ്റെ അവസ്ഥ കണ്ടോ, സ്മാർട്ടിങ് ആണ്, കൊറോഡിങ് ആണ്. മൂത്രം ഒഴിക്കുന്ന ഭാഗങ്ങളിൽ വ്രണങ്ങളും ദ്രവിക്കലും ഒക്കെ ഉണ്ടാക്കും. ഫീലിംഗ് ഓഫ് വീക്ക്നെസ് ഇൻ ദ ബ്ലാഡർ ആൻഡ് ജെനിറ്റൽസ്. ബ്ലാഡറിൽ, മൂത്രാശയത്തിലും ആ മൂത്രാശയ വ്യവസ്ഥയിൽ തന്നെ ഒരു ക്ഷീണിതാവസ്ഥ ഉണ്ടാക്കുന്നു. സ്വെല്ലിംഗ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് ലൈറ്റ് യെല്ലോ പസ് ഫ്രം യുറേത്ര. യുറേത്രയിൽ നിന്നും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ നിറത്തിലുള്ള പഴുപ്പ് പോകുന്നു, സ്വെല്ലിംഗ് ഉണ്ടാകുന്നു. ബേണിംഗ് വിത്ത് ഡിസ്ചാർജ് ഓഫ് യൂറിൻ, മൂത്രം ഒഴിക്കുന്നതിനോടൊപ്പം പൊള്ളുന്ന അനുഭവം. The symptoms of the male sexual organs are characterized by weakness, impotency and nightly emissions, suitable when the sexual organs are worn out from abuse or overuse. അപ്പോൾ പുരുഷന്മാരിലെ സെക്ഷൽ ഓർഗൻസിൻ്റെ കാര്യത്തിൽ പീനിസ്, പ്രോസ്ട്രേറ്റ്, ടെസ്റ്റിക്കിൾസ് തുടങ്ങിയ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്
അതിൻ്റെ തനിമ, അലൂമിനിയിൽ അതിൻ്റെ തനിമ എന്താ? അതിൻ്റെ ക്ഷീണിതാവസ്ഥ, വേണ്ടത്ര ശക്തിയില്ലാത്ത അവസ്ഥ, ഇമ്പോർട്ടൻസി വരുന്നു, നൈറ്റ്ലി എമിഷൻസ്. ഇനി കൂടുതൽ സ്യൂട്ടബിൾ ആകുന്ന ഈ അലൂമിന ഈ കാര്യത്തിൽ കൂടുതൽ യോജിക്കുന്ന എവിടെയാണ്? ഈ സെക്ഷൽ ഓർഗൻസ് വോണഡ് ഫ്രം അബ്യൂസ് ഓർ ഓവർ യൂസ്. അമിതമായ ഉപയോഗം കൊണ്ട്, ദുരുപയോഗം കൊണ്ടുള്ളതാകാം, അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടുപോകാം. There is fullness and enlargement of the prostate gland and various disturbance of the prostate. Prostate glandുമായിട്ട് ബന്ധപ്പെട്ട് എൻലാർജ്മെൻറ്റ്, എല്ലാത്തരം ഡിസ്റ്റർബൻസും ഉണ്ട്. ഫുൾനെസ് നിറഞ്ഞിരിക്കുന്ന പോലെ, വിത്ത് സെൻസേഷൻ ഓഫ് ഫുൾനെസ് ഇൻ ദ പെരിണിയത്തിൻ്റെ ഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന പോലെ. പെരിണിയം വളരെ പ്രധാനപ്പെട്ട നെർവ്സും മറ്റുമൊക്കെ ഉള്ള ഭാഗമാണ്, നിങ്ങൾക്കറിയാം. അവിടെ നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു അനുഭവം. അൺപ്ലസന്റ് സെൻസേഷൻ ആൻഡ് ഡിസ്ട്രസ് ഇൻ ദ റീജിയൻ ഓഫ് ദ prostate gland ആഫ്റ്റർ കൊഹീഷൻ. ഇൻ്റർകോഴ്സിന് ശേഷം പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡ് ഭാഗത്ത് ആ ഒരു മേഖലയിൽ ഒരു സുഖമില്ലാത്തൊരവസ്ഥ, ഡിസ്ട്രസ്, വല്ലാത്ത പ്രയാസം. കംപ്ലൈൻസ് അറ്റ് ദ ടൈം ഓഫ് ഓർ ആഫ്റ്റർ ഇജാക്കുലേഷൻ ഓർ ആഫ്റ്റർ എമിഷൻ. ഒരു എമിഷന് ശേഷം, ഇജാക്കുലേഷന് ശേഷം, അതിനോടൊപ്പം അല്ലെങ്കിൽ അതിന് ശേഷം, പ്രധാനമായിട്ടും അതിന് ശേഷം പലതരം പ്രശ്നങ്ങൾ. പാരലിറ്റിക് വീക്ക്നെസ് ഓർ പാരസിസ് ഓഫ് സെക്ഷൽ ഓർഗൻസ്. ലൈംഗികാവയവങ്ങളിൽ ആകെ തളർന്നു പോയ അവസ്ഥ അല്ലെങ്കിൽ ക്ഷീണിതാവസ്ഥ. എ സ്റ്റേറ്റ് ദാറ്റ് ഈസ് ഇൻ കീപ്പിംഗ് വിത്ത് ദ വോൾ റെമഡി. അല്ലോ, ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റും ആ ഒരു ഔഷധത്തിൻ്റെ പൊതു അവസ്ഥ അതിൻ്റെ ജനറാലിറ്റീസിനോട്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനോട് ചേർന്ന് നിന്നുകൊണ്ട്, നമ്മൾ നേരത്തെ കണ്ടു പാരലിസിസ് ഒക്കെ ഉണ്ടോ, അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മെയിൽ സെക്ഷൽ ഓർഗൻസിനും ആ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു പ്ലൂറോക്കോട്ടിയാണ്. ഡിസ്ചാർജ് ഓഫ് പ്രൊസ്റ്റേറ്റിക് ഫ്ലൂയിഡ് ഡ്യൂറിങ് ഡിഫിക്കൽട്ട് സ്റ്റൂൾ. വളരെ പ്രയാസപ്പെട്ട് മലശോധന നടത്താൻ നേരത്ത് ഈ പ്രൊസ്റ്റേറ്റിക് ഫ്ലൂയിഡും ഡിസ്ചാർജ് ഉണ്ടാകുന്നു. പെയിൻഫുൾ ഇറക്ഷൻസ് അറ്റ് നൈറ്റ്. രാത്രിയിലുള്ള ഇറക്ഷൻസ് വല്ലാതെ വേദനാജനകമാകുന്നു. ഇതൊക്കെ പ്ലൂറോക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അത്രത്തോളം പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കിട്ടിയെന്ന് നോക്കുക. തുടർന്നും ഇങ്ങനെ വരുന്നുണ്ട്. ഫീമെയിൽ സെക്ഷുവാലിറ്റിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.